കമ്മ്യൂണിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതെന്നാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഗൂഗിളിൽ ഡിസ്ട്രിക്റ്റ് എന്ന് ടൈപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓപ്പണായിട്ട് വരുന്നുണ്ടാവും. നമുക്കിവിടെ സൈൻ ഇൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ രജിസ്റ്റർ നൗ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID, പാസ്വേഡ് കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റ് കൊടുത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ രജിസ്റ്റർ ചെയ്തതാണ്. അതുകൊണ്ട് നമ്മൾ സൈൻ ഇൻ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ലോഗിൻ നെയിമും പാസ്വേഡും കൊടുക്കുക. ക്യാപ്ച കോഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവും. നമുക്കിവിടെ ഫസ്റ്റ് നമ്മൾ ഏതൊരു സർവീസ് നമ്മൾ ചെയ്യുമ്പോഴും നമുക്കിവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഏത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മളൊരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ നെയിം എൻ്റർ ചെയ്യുക, ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക, നമ്മുടെ വീട്ടു നമ്പർ, വീട്ടു പേര്, അതുപോലെ തന്നെ ലൊക്കാലിറ്റി, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, ഡിസ്ട്രിക്ട്, താലൂക്ക്, വില്ലേജ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ട് ഫാദറിൻ്റെ നെയിം, മദറിൻ്റെ നെയിം, നമ്മുടെ കാസ്റ്റും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. റേഷൻ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളിടത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ രജിസ്റ്റർ ആവുന്നതായിരിക്കും. നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ സർട്ടിഫിക്കറ്റ് സർവീസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ഇതിലൂടെ എടുക്കാൻ പറ്റുന്നത് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഓക്കെ കൊടുത്തതിന് ശേഷം താഴോട്ട് വന്നിട്ട് ഇവിടെ ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ശേഷം ഒന്നുകൂടെ സർട്ടിഫിക്കറ്റ് സർവീസസിൽ പോയിട്ട് ഇൻ്റർകാസ്റ്റ് മാരേജിനടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഒട്ടുമിക്ക സർവീസസും നമ്മൾ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. ഇവിടെ ആദ്യം ചോദിക്കുന്നത് രജിസ്റ്റർ നമ്പറാണ്. അപ്പോൾ ഇവിടെ സെലക്ട് 1 ആണ്. അപ്പോൾ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നമുക്കിവിടെ സെലക്ട് 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നെയിം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അടുത്ത ചോദിച്ചിരിക്കുന്നത് സർട്ടിഫിക്കറ്റിൻ്റെ പർപ്പസ് ആണ്. അപ്പോൾ നമുക്കിവിടെ സർട്ടിഫിക്കറ്റിൻ്റെ പർപ്പസ് സ്റ്റേറ്റ് പർപ്പസ് ആണോ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നമ്മളൊരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് വേണ്ടത്, എവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ നമുക്ക് ഈ യെല്ലോ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടെങ്കിൽ നമുക്കിവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ഉള്ളിടത്ത് എഡിറ്റ് രജിസ്ട്രേഷൻ കൊടുത്ത് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത് ചോദിച്ചിരിക്കുന്ന റിലീജിയൻ ആണ്. അപ്പോൾ ഏതാണ് നമ്മുടെ റിലീജിയൻ വരുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം കാറ്റഗറി ഏതാണോ വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കാസ്റ്റ് ഏതാണോ വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് മാരേജ് ആണ്, ഏതാണോ ഡേറ്റ് ഓഫ് മാരേജ് വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്പൗസിൻ്റെ അത് കഴിഞ്ഞ് സ്പൗസിൻ്റെ റിലീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്പൗസിൻ്റെ കാറ്റഗറി ഏതാണോ വരുന്നത് അതോടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്പൗസിൻ്റെ കാസ്റ്റാണ് ചോദിക്കുന്നത്, അപ്പോൾ അതോടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ആപ്ലിക്കൻ്റെ നെയിം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും, റിലേഷൻ സെൽഫായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റാണോ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതെന്ന്. അതിനുശേഷം സേവ് ആൻഡ് ഫോർവേഡ് എന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫോർവേഡ് ടു നെക്സ്റ്റ് ആണ് കൊടുക്കുന്നത്. അടുത്തത് വരുന്നത് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്ന ഇലക്ഷൻ ID-ൻ്റെ നമ്പറാണ്. അപ്പോൾ ഇവിടെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് അപ്ഡേറ്റ് കൊടുത്താൽ മതിയാകും. അതിനുശേഷം മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നത്, അത്
നമുക്കിവിടെ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ആധാർ കാർഡ് ചോദിക്കുന്നുണ്ട്, അതും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻ്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അതോടെ നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ ഉള്ളത് അതെല്ലാം തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതാണ്, അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അടുത്തത് പേയ്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ 15 രൂപയോ മറ്റോ ആണ് പേയ്മെൻറ്റ് വരുന്നത്. ആ പേയ്മെൻറ്റ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതായിരിക്കും. നമുക്ക് ഇനി അതിനകത്ത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ഉള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് മൈ ഡോക്യുമെൻറ്റ്സ് കാണാൻ വേണ്ടി പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. രജിസ്ട്രേഷൻ നമ്പർ നമ്മുടെ ഏതിനാണോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏതാണോ ഡോക്യുമെൻറ്റിൻ്റെ നെയിം, ഏത് ഡോക്യുമെൻ്റാണോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ചൂസ് ഫയലിനടുത്ത് സെലക്ട് ചെയ്ത് നമ്മുടെ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കൊടുത്ത ഒരു 2 മുതൽ 7 വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് അപ്രൂവ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.